നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ശാരീരിക വൈകല്യം മറയാക്കി യുവതിയിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. തിരൂർ ചമ്മർവട്ടം സ്വദേശി അരപ്പയിൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ്, ചാലിശ്ശേരി ആലിക്കര സ്വദേശി മേലേത്തലയ്ക്കൽ ബാസിൽ എന്നിവരാണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത്. യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച ഭിന്നശേഷിക്കാരായ പ്രതികൾ സഹതാപം പിടിച്ചുപറ്റി യുവതിയിൽ നിന്നും 6 പവനോളം സ്വർണ്ണാഭരണങ്ങളും 52,000 രൂപയും കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. ചതിയിൽപ്പെട്ട വിവരം യുവതിയും കുടുംബവും ചാലിശ്ശേരി പോലീസിൽ അറിയിക്കുകയും പോലീസ് ഇവരെ പിന്തുടർന്ന് സ്ഥലത്തെത്തുകയും ചെയ്തു. എന്നാൽ പോലീസിനെയും സമാനമായ രീതിയിൽ കബളിപ്പിക്കാൻ ശ്രമിച്ച പ്രതികളെ കൃത്യമായ തെളിവുകളോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഭാഷാപരിഭാഷകന്റെ സഹായത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇവർ തട്ടിയെടുത്ത 6 പവനോളം സ്വർണ്ണാഭരണങ്ങൾ വിറ്റകടയിൽ നിന്നും തിരിച്ചെടുക്കുകയും ചെയ്തു. ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം വില കൂടിയ മൊബൈലുകളും മറ്റും വാങ്ങി ആർഭാട ജീവിതത്തിനാണ് പ്രതികൾ ഉപയോഗിച്ചത്. മുഹമ്മദ് റാഷിദിന്റെ പേരിൽ തിരൂർ പോലീസിൽ നേരത്തെ കേസുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, SI ശ്രീലാൽ, സ്ക്വാഡംഗങ്ങളായ ASI അബ്ദുൾ റഷീദ്, SCPO സജിത്, ASI ജയൻ, SCPOമാരായ രഞ്ജിത്ത്, നൌഷാദ് ഖാൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്ര മറ്റ് മണ്ഡലങ്ങളിൽ കൂടി നടപ്പാക്കാൻ കഴിയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ക്യാമ്പസുകളിൽ കൂടുതൽ കൗൺസിലർമാരെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടാമ്പി കൊപ്പത്ത് മാനസമിത്ര പദ്ധതിയുടെ ഭാഗമായുള്ള ദ്വിദിന സൗജന്യ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്രയുടെ ഭാഗമായി പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർക്കാണ് പരിശീലന പരിപാടി നക്ഷത്ര റീജൻസിൽ വെച്ച് ആരംഭിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളായാണ് പരിശീലനം നൽകുന്നത്. ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, മനോവൈകല്യങ്ങൾ, ലഹരി അടക്കമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പരിശീലന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി മറ്റു മണ്ഡലങ്ങളിൽ കൂടി നടപ്പാക്കാൻ MLA-മാർക്ക് കഴിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ കൗൺസിലർമാരെ നിയമിക്കുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. ശ്രീ മുഹമ്മദ് മുഹസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിൽ ഒരു നാഴികക്കല്ലാണ്. വർത്തമാന കാലഘട്ടത്തിൽ അക്കാഡമിക് കാര്യങ്ങൾക്ക് അപ്പുറമായി ഇത്തരം കാര്യങ്ങളിലും പ്രാധാന്യം കൊടുത്താൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായി വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷൻ, ലഹരി ഉപയോഗം, ഇതെല്ലാം എന്നൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. പല വിദ്യാലയങ്ങളിലും ചില വിദ്യാർത്ഥികളെയാണ് ഈ ലഹരിയുടെ കരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും MLA-മാർ ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വളരെ അത്യാവശ്യമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പല അച്ഛനും അമ്മമാരും കുട്ടി ലഹരി ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടാൽ പോലും അത് പുറത്തു പറയാൻ വേണ്ടി കഴിയുന്നില്ല. ഞങ്ങൾ ക്യാമ്പസുകളിൽ കൂടുതൽ കൗൺസിലേഴ്സിനെ നിയോഗിക്കാൻ പോവുകയാണ്. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അംസ പറമ്പിൽ മുഖ്യാതിഥിയായി. KP ആഷിഖ് പദ്ധതി വിശദീകരണം നടത്തി. ഡോക്ടർ ഷാരൂൺ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, പട്ടാമ്പി AEO സുമതി, BPC VP മനോജ്, M മുഹമ്മദ് റഫീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. യങ്സ്റ്റേഴ്സ് കടന്നു പോകുന്ന പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, നമ്മളൊക്കെ കടന്നുപോയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു സഹായം ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന യൂത്ത് സമ്മിറ്റിൽ നിന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇംഹാൻസിന്റെ ഡയറക്ടർ ശ്രീ ഡോക്ടർ കൃഷ്ണകുമാർ, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹം ആയിട്ട് ഞങ്ങൾ ഇൻഹാൻസിൽ നേരിട്ട് പോയി സംസാരിക്കുകയും അതിനുശേഷമാണ് ഇതിന് ഒരു ജന്മം, മാനസമിത്ര പദ്ധതിക്ക് ജന്മം നൽകിയത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ എലഫന്റ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല മേഖലയിൽ മാത്രം 200ഓളം പ്രാദേശിക ഉത്സവങ്ങളാണ് വർഷം തോറും നടക്കുന്നത്. ഓരോ ഉത്സവത്തിനും ചുരുങ്ങിയത് 5 ആനകൾ പങ്കെടുക്കുന്നുണ്ട്. 40ഓളം ഉത്സവങ്ങളിലാവട്ടെ 5ലേറെ ആനകൾ അണിനിരക്കാറുണ്ട്. ഉത്സവങ്ങളിൽ 5ലധികം ആനകളെ എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷാ ക്രമീകരണത്തിന് എലിഫന്റ് സ്ക്വാഡിന്റെ സേവനം നിർബന്ധമാണ്. ആഘോഷ കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം പരിശീലനം നേടിയ വളണ്ടിയർമാരെ സംഘടിപ്പിച്ച് സ്ക്വാഡ് രൂപീകരിക്കുന്നത് ഏറെ പ്രയാസകരമാണ്. ഈ സാഹചര്യത്തിലാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഉത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി
തൃത്താലയിൽ എലിഫന്റ് സ്ക്വാഡ് രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആനയെഴുന്നള്ളിപ്പിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ടാവുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ആനയെഴുന്നള്ളിപ്പ് സാധ്യമാവാത്ത രീതി വന്നു ചേരുന്ന സാഹചര്യത്തിൽ തൃത്താലയിലെ മുഴുവൻ പൂരാഘോഷ കമ്മിറ്റികളെ വിളിച്ചു ചേർത്തുകൊണ്ട് തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കേരള സംസ്ഥാനത്തുള്ള കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് കമ്മിറ്റി രൂപീകരിച്ചതും പ്രവർത്തിച്ചതും. അതിന്റെ പ്രവർത്തനം ഏറെക്കുറെ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞു. എല്ലാ പൂരങ്ങളിലെ പ്രതിസന്ധികളിലും ഇടപെടാൻ അവർക്ക് കമ്മിറ്റികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ പൂരങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പൂരങ്ങൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ഒരു എലിഫന്റ് സ്ക്വാഡ് ഇതിന്റെ കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കീഴിലുള്ള തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കീഴിലുള്ള തൃത്താല മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ എലിഫന്റ് സ്ക്വാഡിന് ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി വത്സൻ ചമ്പക്കരുടെയും അതുപോലെ സംസ്ഥാന കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും മുഴുവൻ അനുവാദവും കിട്ടിയിട്ടുണ്ട്. ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആനപ്പേടി കൂടാതെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഉത്സവം കാണുന്നതിനും ആനകളെയും ആളുകളെയും വസ്തുവകളെയും സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തിക്കുക. സ്ക്വാഡിനൊപ്പം പ്രാഥമിക ചികിത്സാ സൗകര്യവും ആംബുലൻസ് ഉൾപ്പെടെ 2 വാഹനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലും പുറത്തും സ്ക്വാഡിന്റെ സേവനം ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അത്യാവശ്യ സേവനങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. മതപ്പാടിളകിയ ആനകളെ പിടിച്ചുകെട്ടുന്നതിൽ പരിചയസമ്പന്നരായ 16 വളണ്ടിയർമാരടങ്ങുന്ന സംഘത്തിന്റെ ലീഡർ ആറന്മുള മോഹൻദാസും ചെയർമാൻ ജയൻ കൂറ്റനാടുമാണ്. മുഖ്യ രക്ഷാധികാരി ജയൻ കൂറ്റനാട്, പ്രസിഡന്റ് TV മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് തമ്പി കൊളന്നൂർ, ജനറൽ സെക്രട്ടറി അജി വലിയറ, ജോയിന്റ് സെക്രട്ടറി PP രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ കമ്മിറ്റിയുടെ കീഴിലും തൃത്താല മേഖലയുടെ കീഴിലാണ് നമ്മൾ ഈ എലിഫന്റ് സ്ക്വാഡ് പുതിയ എലിഫന്റ് സ്ക്വാഡ് രൂപീകരിക്കുന്നത്. തൃത്താല മേഖലയിൽ 200 താഴെകളെ പൂരങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇത് ആദ്യമായി ഒരു എലിഫന്റ് സ്ക്വാഡ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ ആദ്യമായി എലിഫന്റ് സ്ക്വാഡ് വന്നത് 2016 കുന്നംകുളം മേഖലാ കമ്മിറ്റിയിലാണ്. അന്ന് എൻ്റെ ഒരു ആശയപ്രകാരമാണ് ഈ കുന്നംകുളം മേഖലയിൽ ഈ പുതുതായി ഒരു ആംബുലൻസ് മേടിക്കുകയും 20ഓളം പണിക്കാരെ വെച്ച് ഒരു സ്ക്വാഡ് രൂപീകരിക്കുകയും ചെയ്തത്. ഇന്നത് നല്ല നിലയിൽ 10-30 പണിക്കാരും ഉണ്ട്, 2 ആംബുലൻസും ഉണ്ട്. മിതമായ സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയും ആ സംഘടനയ്ക്കുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോണിന്റെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് ഓങ്ങല്ലൂരിൽ മീലാദ് റാലി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനമാണ് കേരള മുസ്ലിം ജമാഅത്തെ പട്ടാമ്പി സോണിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നടത്തുന്നത്. ഇതോടനുബന്ധിച്ചുള്ള മിലാദ് റാലി ഓഗസ്റ്റ് 29-ന് വൈകുന്നേരം 4:30-ന് ഓങ്ങല്ലൂരിൽ വെച്ച് നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂക്കുപ്പടിയിൽ നിന്നുമാണ് റാലി ആരംഭിക്കുക. തുടർന്ന് ഓങ്ങല്ലൂർ സെന്ററിൽ സമാപിക്കും. പട്ടാമ്പി സോൺ പരിധിയിലെ 6 സർക്കിളിൽ നിന്നും കേരള മുസ്ലിം ജമാഅത്തെ, SYS, SSF, SMA, SJM തുടങ്ങി സുന്നി പ്രസ്ഥാനിക കുടുംബത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും പൊതുജനങ്ങളും റാലിയിൽ അണിനിരക്കുമെന്നും ഇവർ അറിയിച്ചു. വിശ്വപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ നബിദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് എന്ന മുസ്ലിം ബഹുജന സംഘടന അതിൻ്റെ കീഴ്ഘടകങ്ങൾക്ക് കീഴിൽ തിരുവസന്തം 1500 എന്ന പ്രമേയത്തിൽ വ്യത്യസ്തങ്ങളായ മീലാദ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് ഇതിനകം ആവിഷ്കരിച്ച് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ വാരത്തിൽ തിരൂരിൽ വിപുലമായ പ്രമേയ പഠനങ്ങളുമായി ഹാല മീലാദ് എന്ന രീതിയിൽ വലിയ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിലെ 120-ൽ പരം സോൺ കേന്ദ്രങ്ങളിൽ ഈ വരുന്ന 29-ാം തീയതി ആഗസ്റ്റ് 29-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4:30-ന് ഏകീകൃതമായി ഒരേ സമയത്ത് സോൺ തലത്തിൽ മീലാദ് റാലികൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ മീലാദ് റാലി ആഗസ്റ്റ് 29 വെള്ളിയാഴ്ച വൈകിട്ട് 4:30-ന് നമ്മുടെ ഓങ്ങല്ലൂരിൽ വെച്ച് നടക്കുകയാണ്. വൈകിട്ട് 4:30-ന് അസർ നമസ്കാര ശേഷം ഓങ്ങല്ലൂരിലെ പോക്കുപടിയിൽ നിന്ന് ആരംഭിക്കുന്ന മീലാദ് റാലി നമ്മുടെ സോൺ പരിധിയിൽ നിന്നുള്ള 6 സർക്കിളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYS-ന്റെയും SSF-ന്റെയും SJM-ന്റെയും SMA-യുടെയും ഒക്കെ പ്രവർത്തകരും മറ്റു ബഹുജനങ്ങളും പങ്കെടുക്കുകയാണ്.
റാലിക്ക് സമാപനം കുറിച്ച് നടക്കുന്ന യോഗം SYS സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഓങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്യും. UA റഷീദ് അസ്ഹരി പ്രമേയ പ്രഭാഷണം നടത്തും. മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സോൺ മിലാദ് റാലിക്ക് പുറമെ സർക്കിളുകളിൽ ഡ്രൈവർമാർ, കർഷകർ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങാടി മിലാദ് യൂണിറ്റുകളിൽ സന്ദേശ റാലി, മദ്രസകളിൽ മിലാദ് റാലി, മധുര വിതരണം തുടങ്ങിയ പരിപാടികളും ഒരുക്കുമെന്നും ഇവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘടന സമിതി ഭാരവാഹികളായ സൈനുദ്ദീൻ പൂവക്കോട്, സിദ്ദിഖ് മുസ്ലിയാർ ഓങ്ങല്ലൂർ, UA റഷീദ് അസ്ഹരി, താജുദ്ദീൻ സക്കാഫി കാരക്കാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കൂറ്റനാട് സ്വദേശിയായ 19-കാരനെ കാണാനില്ലെന്ന പരാതി. കോട്ടുപാത വട്ടുള്ളി സ്വദേശി പുത്തൻപെടികയിൽ ഷംസുദ്ദീന്റെ മകൻ സാബിത്തിനെയാണ് ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ കാണാതായത്. സംഭവത്തിൽ ബന്ധുക്കൾ തൃത്താല പോലീസിൽ പരാതി നൽകി. യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9400713831 8086320743 എന്നീ നമ്പറുകളിൽ അറിയിക്കേണ്ടതാണ്. സംസ്ഥാന പാതയെ വെള്ളത്തിനടിയിലാക്കി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി. ഭാരതപ്പുഴയിൽ നിന്ന് ഗുരുവായൂരിലേക്കും മറ്റും കുടിവെള്ളം എത്തിക്കുന്ന പാവറട്ടി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പാണ് പൊട്ടിയത്. കൂറ്റനാട് ചാലിശ്ശേരി പാതയിൽ ഫാംനെറ്റിന് സമീപം ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായത്. പാവറട്ടി വാട്ടർ സ്കീം ആരംഭിച്ചതു മുതൽ പൈപ്പ് പൊട്ടലും കുടിനീർ പുഴ ഒഴുകുന്നതും വർദ്ധിച്ചു വരികയാണ്. 2 വർഷം മുമ്പ് കൂറ്റനാട് തൃത്താല റോഡിലെ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന പാതയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത് പാവറട്ടി പദ്ധതിയുടെ പൈപ്പുകളാണെന്ന ആക്ഷേപത്തിന് പദ്ധതിയോളം പഴക്കമുണ്ട്. പട്ടാമ്പി GMLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ സംഗമം ഓഗസ്റ്റ് 31 നടത്തും. വൈവിധ്യങ്ങളായ പരിപാടികളും സംഗമത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി GMLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിപുലമായ ഒത്തുചേരലാണ് ഓഗസ്റ്റ് 31 നടത്തുന്നത്. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം വൈകുന്നേരം 6 വരെ നീണ്ടു നിൽക്കും. പൂർവ്വ അധ്യാപകരെയും 70 വയസ്സ് മുതൽ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. മുഹമ്മദ് മോസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി GMLP സ്കൂളിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഒരു ബൃഹത്തായ സംഗമം നടക്കാൻ പോവുകയാണ്. ആ സംഗമത്തിൽ ഏതാണ്ട് 500 ചില്ലാൻ ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ നടത്താറുള്ള സംഗമത്തിലൊന്നും ഇത്രയധികം പേരില്ല. ഇപ്രാവശ്യം നമ്മളത് മെഗാ സംഭവമായി നടത്താൻ വേണ്ടി നമ്മുടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച കോർഡിനേറ്റർ സക്കീർ ഹുസൈനാണ് ഈ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് ആൾക്കാരെ കൂട്ടിച്ചേർത്ത് 510 മെമ്പർമാരുണ്ട്. മെഗാ സമ്മേളനമാണ് ഞാൻ നടത്താൻ പോകുന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഓലശ്ശേരിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, മറ്റു കൗൺസിലർമാരും ചടങ്ങിൽ പങ്കെടുക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 30 വൈകുന്നേരം 4 മണിക്ക് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു. 120 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളാണ് അത്. ഞങ്ങളൊക്കെ 3-4 തലമുറ ഈ സ്കൂളിൽ പഠിച്ചിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്കൂള് ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തി ആ സ്കൂളിലെ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ഈ ഒരു കമ്മിറ്റി രൂപം കൊണ്ടത്. അത് ചെറിയ തോതിലുള്ള ഒരു കമ്മിറ്റിയാണ്, പക്ഷെ അവിടെ എല്ലാ കാര്യങ്ങളും നടത്താൻ പ്രാപ്തമായൊരു കമ്മിറ്റി തന്നെയായിരുന്നു. പക്ഷെ അത് കുറെ കൂടെ വിപുലപ്പെടുത്തി സ്കൂളിൻ്റെ വിദ്യാഭ്യാസ നിലവാരവും മറ്റ് എല്ലാതര ഭൗതിക സാഹചര്യങ്ങളുടെ നിലവാരവും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് 500-ലധികം ആൾക്കാർ ഇപ്പോൾ അതിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നിലവിലുള്ള കമ്മിറ്റി പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പരിപാടികൾ ആണ് ഒത്തുചേരലാണ് 31-ാം തീയതി. അത് വാർത്താ സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ N മോഹനസുന്ദരൻ, കൺവീനർ TT അബ്ദുള്ളക്കുട്ടി, പ്രോഗ്രാം കോർഡിനേറ്റർ TP സക്കീർ ഹുസൈൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ വെളേരിമഠം, കൺവീനർ ക്രിസ്റ്റി C ഉതുപ്പ്, ഖജാൻജി സയ്യിദ് അബ്ദുൽ വാഹിദ് മുത്തുക്കോയത്തങ്ങൾ, വൈസ് ചെയർമാൻ PM മുസ്തഫ, ജോയിന്റ് കൺവീനർ K ലത, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ വിനോജ് കാവുളിത്തൊടി, എക്സിക്യൂട്ടീവ് അംഗം N ജമീല തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇനി നമ്മൾ ഈ 31-ാം തീയതി നടക്കുന്ന ഈ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അന്ന് ദിവസം സ്റ്റേജിൽ അവിടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി അവിടെ പാട്ട്, ഡാൻസ്, മാജിക് ഷോ അങ്ങനെ വിവിധ കലാപരിപാടികൾ കൂടെ രാവിലെ മുതൽ അരങ്ങേറുന്നുണ്ട്. ദൂരെ നിന്ന് വരുന്ന മിക്ക പേരും ദൂര സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അവരൊക്കെ വരുമ്പോഴേക്കും അവരൊക്കെല്ലാം ടീ, സ്നാക്സ്, ലഞ്ച് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെഗാ സംഗമമായിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂറ്റനാട് എളവാതുക്കൽ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു.
കാലത്ത് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി ഗോവിന്ദ ഭട്ട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്തോഷ് പല്ലേരി, രവീന്ദ്രൻ ചെട്ടിയാരത്ത്, വാസുദേവ വാര്യർ, അഭിലാഷ് PB, രേവതി, വേണു, ശശീന്ദ്രൻ, ശശിധരൻ, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്താല ഏരിയ സമ്മേളനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി. P. ദീപ രക്തസാക്ഷി പ്രമേയവും PV സരസ്വതി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുമതി ടീച്ചർ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി V. ശാരദ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സരിത, സ്വാഗത സംഘം ചെയർമാൻ CPM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് VP റജീന പ്രസിഡന്റ്, T. സുഹറ, KP സുലൈഖ, സുജിത വൈസ് പ്രസിഡന്റുമാർ, V. ശാരദ സെക്രട്ടറി, K. ജയശ്രീ, PV സരസ്വതി, P. ദീപ ജോയിന്റ് സെക്രട്ടറിമാർ, രമണി ടീച്ചർ ട്രഷറർ, ആനി, വിനു, നൂർജഹാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ ലോക മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്ന തരത്തിൽ, ഭീതി വളർത്തുന്ന തരത്തിൽ യുദ്ധങ്ങളിലേക്ക് എങ്ങനെയാണ് സമൂഹത്തെ പടച്ചുവിടുന്നത്. യുദ്ധത്തിന്റെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടു. നമ്മളിങ്ങനെ ടിവിയിലൊക്കെ കാണുമ്പോൾ തൃശ്ശൂരിലേക്ക് അമ്മിട്ട് കൊടുക്കുന്നത് പോലെ, വെടിക്കെട്ടുണ്ടാവുന്നത് പോലെ, അതൊക്കെ സ്വാഭാവികമായ മനോഭാവത്തോടെ അവരെ വീക്ഷിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന ഇത്തരം വാർത്തകൾ മനുഷ്യ മനസ്സിനെ അങ്ങനെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുന്ന രീതിയുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇത് യുദ്ധമാണെന്നും ഈ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഒന്നും അറിയാത്ത സമൂഹമല്ല. 1947 ഓഗസ്റ്റ് 6, 9 ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ഈ ലോകത്തിനകത്ത് നടന്നത്? ഹിരോഷിമ, നാഗസാക്കി അതിന്റെ അണ്വായുധത്തിന്റെ എന്തായിരുന്നു അണ്വായുധം അന്ന് ആ സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മനുഷ്യ സമൂഹത്തെ ആകെ കൊലക്കിരയാക്കുക മാത്രമല്ല, വരുന്ന ഒരുപാട് കാലത്തേക്ക് ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഈ പറഞ്ഞ പോലെ പൂർണ്ണരായ കുഞ്ഞുങ്ങളായി ജനിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിലേക്ക് അത്തരം ആണവം ഉത്സർജനത്തിന്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങൾ മാറ്റപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോഴും ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾക്ക് കോപ്പ് കൊടുക്കുന്ന ആളുകളായിട്ട് അമേരിക്കൻ സമാജം മാറുകയാണ്. അപ്പൊ അമേരിക്ക എന്ത് ചെയ്തു? യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സന്നാഹം ഒരുക്കി കൊടുക്കുന്നു. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന, തങ്ങൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോ ഇസ്രായേലിന് ശക്തി കൂടും. അല്ലെ? ഇസ്രായേലിന് ശക്തി കൂടുന്നു. നല്ല യുദ്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ തന്ത്രപ്രധാനമായ കാര്യങ്ങളും മെഡല് കൊടുത്ത് അതിലേക്ക് അവരെ പ്രാപ്തമാകുന്ന രീതിയിലുള്ള യുദ്ധ സന്നാഹം ഒരുക്കി കൊടുത്ത് യുദ്ധം ഉണ്ടാക്കുന്നതിന്റെ ശ്രമങ്ങൾ നടത്തുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.